ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഹെന്നാക്കോൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് വെറും 4 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ട ആവശ്യമുള്ളൂ. അതിലൊന്നാണ് ഹെന്ന പൗഡർ, പിന്നെ വേണ്ടത് ഷുഗർ, പിന്നെ വേണ്ടത് വാട്ടർ, പിന്നെ എസെൻഷ്യൽ ഓയിൽ. ഈ 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഹെന്നാക്കോൺസ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 100 ഗ്രാം ഹെന്ന പൗഡർ ആഡ് ചെയ്യാം. 100 ഗ്രാം ഹെന്ന പൗഡറിന് നമുക്ക് 45 ഗ്രാം ഷുഗറാണ് വേണ്ടത്. ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പം 100 ഗ്രാം ഹെന്ന പൗഡർ നമുക്ക് വേണ്ടത് 45 ഗ്രാം ഷുഗറാണ്. അത് രണ്ടും ബൗളിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് എസെൻഷ്യൽ ഓയിലാണ്. അപ്പം ഇവിടെ നമ്മൾ 100 ഗ്രാം ഹെന്ന പൗഡറിന് നമുക്ക് വേണ്ടത് 30 ml എസെൻഷ്യൽ ഓയിലാണ്. ഒരുപാട് ടൈപ്സ് ഉണ്ട് എസെൻഷ്യൽ ഓയിൽ. ടീ ട്രീ ഉണ്ട്, യൂക്കാലിപ്സ് ഉണ്ട്, അതുപോലെ ലാവൻഡർ ഉണ്ട്, കാച്ച്പുട്ട് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ഓയിൽസ് അവൈലബിൾ ആണ്. പക്ഷേ ഏറ്റവും ബെറ്റർ സ്റ്റെയിൻ നമുക്ക് തരുന്നത് ടീ ട്രീ ഓയിലാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ടീ ട്രീ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം എല്ലാം കൂടി ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് വാട്ടറാണ്. വാട്ടർ ആഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് കുറച്ചായിട്ട് ആഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് അതിന് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ കുഴപ്പമില്ല. എല്ലാം ഒരുമിച്ചിട്ട് തന്നെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇതിപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ വാട്ടർ അധികമായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിലിപ്പോൾ ഒരു ഏകദേശം വാട്ടറിൻ്റെ മെഷർമെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ 100 ഗ്രാം ഹെന്ന പൗഡറിന് 200 ml വാട്ടർ നമുക്ക് വേണ്ടി വരും. ഇതിനിപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു 205 ml ഒക്കെ ആഡ് ചെയ്യുക. ഇതിപ്പം കുറച്ച് ലൂസായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 190 ml ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പം 200 ml ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ഈ ഒരു പൗഡർ വാട്ടറായിട്ട് നല്ല രീതിയിൽ യോജിക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ബീറ്ററോട് ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ നമുക്ക് പേസ്റ്റ് കിട്ടും. ഇവിടെ ഞാനിപ്പം ബീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് പേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ചുകൂടെ വാട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിപ്പം ഞാനൊരു ക്ലിൻ റാപ്പ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് എയർ ടൈറ്റ് ആയിട്ട് കവർ ചെയ്ത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്ലിൻ റാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബൗളിൻ്റെ ലിഡോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എയർ ടൈറ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഈ ഒരു പേസ്റ്റ് നമ്മൾ 8 hours റൂം ടെമ്പറേച്ചറിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു പേസ്റ്റ് അടിപൊളിയായിട്ട് ഡൈ റിലീസ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം മിക്സ് ചെയ്ത കളറല്ല ഇപ്പോൾ കാണുന്നത്. അപ്പം അതിൻ്റെ മുകളിൽ സ്പാച്ചില വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഗ്രീൻ കളർ നമുക്ക് കിട്ടും. അപ്പം ഇതിനൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഡൈ റിലീസ് നടന്നിട്ടുണ്ട് എന്നാണ് ഇതിനർത്ഥം കേട്ടോ. ഇനി ഈ ഒരു പേസ്റ്റ് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസിയൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് വാട്ടർ ആഡ് ചെയ്യുക. ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് ടൈറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വാട്ടർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. നിങ്ങൾക്ക് ഈ ഒരു പേസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം നല്ല സ്മൂത്ത് ആൻഡ് സ്ട്രിഞ്ചി സിൽക്കി ആയിട്ടുള്ള ഒരു പേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെന്ന പൗഡറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ വീണ്ടും വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൺസിസ്റ്റൻസി സെറ്റായിട്ടില്ല, കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വാട്ടർ ആഡ് ചെയ്തിട്ട് കുറച്ച് ലൂസി ടൈപ്പാണ് ആക്കാൻ പോകുന്നത്. എനിക്ക് ഹെന്നാക്കോൺസ് ഓവർ ടൈറ്റായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ല. അത്യാവശ്യം ലൂസായിട്ടാണ് എനിക്ക് മെഹന്തി കോൺ ഇഷ്ടം. നമ്മൾ വാട്ടർ ആഡ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് വേഗം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. കുറച്ച് പണിയുണ്ട്. ഈ ഹെന്ന പൗഡറും വാട്ടറും മിക്സ് ആവാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളൂ കേട്ടോ.
ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, വാട്ടർ ആഡ് ചെയ്യുമ്പം അതിങ്ങനെ സ്ലിപ്പായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം നല്ല രീതിയിൽ പേസ്റ്റൊക്കെ മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പം വീണ്ടും വാട്ടർ വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ ആഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വാട്ടർ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കാരണം വാട്ടർ ഓവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂസും ഉണ്ടാവില്ല. എക്സ്ട്രാ ഹെന്ന പൗഡറൊക്കെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അത് നിങ്ങളിപ്പം വാട്ടർ ആഡ് ചെയ്തിട്ട് അധികം ആയില്ലെങ്കിൽ ഹെന്ന പൗഡർ കുറച്ച് ആഡ് ചെയ്താൽ സെറ്റ് ആയിക്കോളൂ കേട്ടോ. അതിപ്പോൾ ഇല്ലാത്ത ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, വാട്ടർ ആഡ് ചെയ്യുമ്പം സൂക്ഷിക്കുക. ഇനിയിപ്പോൾ ഇതാ വീണ്ടും ഞാൻ ബീറ്റർ വെച്ചിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഹെന്നാക്കോൺ ഉണ്ടാക്കാറ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് വേണം നമുക്ക്. ഗ്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജഗ് പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. കുറച്ച് ഹൈറ്റ് വേണമെന്നുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ അകത്ത് ഞാനൊരു പൈപ്പിംഗ് ബാഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്റ്റോക്കിങ്സ് കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, പക്ഷേ ഈ ഒരു സ്റ്റോക്കിങ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ മെഹന്തിൻ്റെ പേസ്റ്റിൽ എന്തെങ്കിലും കട്ടകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കാൻ ഈ ഒരു സ്റ്റോക്കിങ്സ് നമുക്ക് നല്ലതാണ്. ഇപ്പം സ്റ്റോക്കിങ്സ് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ മെഹന്തി നല്ല സ്മൂത്തായിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു സ്റ്റോക്കിങ്സ് വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്യൽ നല്ലതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഒരിക്കലും കളയരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതേ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സ്റ്റോക്കിങ്സ് മാത്രം നിങ്ങൾ ആദ്യം പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം നിങ്ങൾ പൈപ്പിംഗ് ബാഗും കൂടെ എടുക്കുക. ഇനി അത് രണ്ടും കൂട്ടിപ്പിടിച്ച് വെറും സ്റ്റോക്കിങ്സ് മാത്രം പുറത്തേക്ക് വെക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, സ്റ്റോക്കിങ്സ് മാത്രം പുറത്തേക്ക് വലിക്കുക. നമുക്ക് പൂർവാധിക ശക്തിയോടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റോക്കിങ്സ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പേസ്റ്റ് മാത്രം ആ ഒരു പൈപ്പിംഗ് ബാഗിനുള്ളിലേക്ക് കിട്ടും കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഫൈനലായിട്ട് ഈ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് പേസ്റ്റ് മാത്രം കിട്ടും. എന്നിട്ട് പൈപ്പിംഗ് ബാഗ് റബ്ബർ ബാൻഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് വെച്ചിട്ടോ നിങ്ങൾ ക്ലോസ് ചെയ്ത്. ഇതാ ഞാൻ സെലോഫിൻ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോ ശ്രദ്ധിച്ച് കാണാം, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഒട്ടും വേസ്റ്റേജ് ഇല്ലാണ്ട് തന്നെ ഞാൻ ഇപ്പോൾ സെലോഫിൻ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് കോൺ റോൾ ചെയ്തെടുക്കാം. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇതും വീഡിയോയിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കാണാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള സെലോഫിൻ ഷീറ്റൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഒരു വട്ടം കോൺ റോൾ ചെയ്തെന്ന് വിചാരിച്ചിട്ട് അത് നമുക്ക് സെറ്റ് ആവണമെന്നില്ല. ഒരുപാട് തവണ റോൾ ചെയ്ത് പഠിക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തൊരു പിന്നാണ് 0.38 ആണ്. അപ്പം ഈ ഒരു പിന്ന് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഈ ഒരു പിന്ന് വേണ്ടവർ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്തുതരാം. അപ്പം ഈ ഒരു പിന്നൊക്കെ വെച്ചിട്ട് ടിപ്പ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഞാൻ റോൾ ചെയ്ത പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് റോൾ ചെയ്ത് പഠിക്കുക കേട്ടോ.
ഇനിയിപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, പൈപ്പിംഗ് ബാഗ് ചെറുതായിട്ട് കട്ട് ചെയ്യുക, കോണിലേക്ക് പേസ്റ്റ് ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ വെയിങ് മെഷീൻ വെച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യുക കേട്ടോ. പൊതുവേ നമ്മുടെ ഹെന്നാക്കോൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 25 to 28 ഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റിൻ്റെ ഉള്ളിൽ ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഒരു കോണിൻ്റെ റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. ഇനിയിപ്പം നിങ്ങൾ കുറച്ചധികം വെയിറ്റൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ റേറ്റ് അധികം കൂട്ടിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾ സീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ള എല്ലാ കോൺസും സീൽ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ കമൻറ്റും ചെയ്യുക. നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ഏതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ഒരു വീഡിയോ കൂടെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ലേബലോ അല്ലെങ്കിൽ ലോഗോസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിക്കറൊക്കെ ആയിട്ട് നിങ്ങൾ ഹെന്നാക്കോൺസിൽ തന്നെ ലേബൽ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ടാറ്റ ബൈ ബൈ.